മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സാമൂഹ്യ ബന്ധങ്ങളുടെ ആകത്തുകയാണ്. അതിനെ നമ്മൾ ഈ കുടുംബം, ഈ പാരന്റിങ്, ഇങ്ങനെയുള്ള മൈന്യൂട്ടായിട്ടുള്ള തലങ്ങളിൽ വെച്ച് ചർച്ച ചെയ്യേണ്ടത് ആരുടെ ആവശ്യമാണ്? അത് ഇന്നലെ ഒരു കുട്ടി പറഞ്ഞു, അധ്യാപകരുടെ കാര്യം അതൊന്നും എടുക്കാനില്ല. അപ്പൊ ഞാൻ അവിടെ ഇരുന്നപ്പോ ആലോചിച്ചു, അപ്പൊ എന്റെ കാര്യം പോയല്ലോ, ഞാൻ അധ്യാപകനാണ്. നമ്മളൊക്കെ ഇങ്ങനെയുള്ള മനുഷ്യരായി തീർന്നത് പാരന്റിങ് കൊണ്ടൊന്നും അല്ല. നമ്മൾ അച്ഛനും അമ്മയും ഒന്നും അല്ലല്ലോ നമ്മുടെ മാതൃകകൾ സൃഷ്ടിച്ചതോ നമുക്ക് ആദർശ രൂപങ്ങൾ ഉണ്ടാക്കി തന്നതൊന്നും. ഈ വിഷയത്തെ വളരെ വൈയക്തികമായിട്ട്, വളരെ പേഴ്സണലൈസ് ചെയ്തിട്ടാണ് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഉള്ള പരിഹാരവും എല്ലാം നിർദ്ദേശിക്കാറുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു സാമൂഹ്യ കാരണം ഇതിൻ്റെയൊക്കെ പിന്നിലുണ്ടാവും. കാരണം നമ്മുടെ ഇപ്പോൾ ഇന്നലെ രവീന്ദ്രൻ മാഷിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം ഊന്നാൻ ശ്രമിച്ച ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട, അതായത് ഒരു നവോത്ഥാന ഭാവുകത്വത്തിൽ നിന്ന് കമ്പോള ഭാവുകത്വത്തിലേക്ക് മാറിയ ഒരു കേരളത്തിന്റെ ഒരു സാമൂഹ്യ പരിസരം സൃഷ്ടിച്ച ഒരുപാട് കാര്യങ്ങൾ. ആ സാമൂഹ്യ പരിസരമാണ് ഇവിടുത്തെ കുട്ടിയെ രൂപപ്പെടുത്തുന്നത്, ഇവിടുത്തെ രക്ഷിതാവിനെ രൂപപ്പെടുത്തുന്നത്, ഇവിടുത്തെ അധ്യാപകനെ രൂപപ്പെടുത്തുന്നത്, ഇവിടുത്തെ മാധ്യമങ്ങളെ രൂപപ്പെടുത്തുന്നത്. ഇവയെല്ലാം അതിൻ്റെയൊക്കെ ഫലം അനുഭവിക്കുന്ന ഒരു കുട്ടി. ആ കുട്ടിയിലാണ് നമ്മൾ എല്ലാ കുറ്റവും ആരോപിച്ചുകൊണ്ട് അവരെ നന്നാക്കാനുള്ള, ഒന്നുകിൽ അവരെ കൗൺസിലിങ്ങിന് വിധേയമാക്കുക, ഇങ്ങനെ വളരെ വ്യക്തിപരമായി പ്രശ്നങ്ങളുടെ കാരണങ്ങൾ അന്വേഷിക്കുന്നതിന് പകരം ഇതിന്റെ യഥാർത്ഥ രാഷ്ട്രീയ സാമൂഹ്യ കാരണങ്ങളും കൂടി അഭിസംബോധന ചെയ്യാതെ ഈ പ്രശ്നത്തെ നമുക്ക് സമൂഹത്തിന് മുമ്പിൽ വെക്കാൻ പറ്റും. ഈ വ്യക്തിവൽക്കരണം എന്ന് പറയുന്ന ഒരു സങ്കല്പം വളരെ പ്രധാനമാണ്. അത് പ്രശ്നത്തെ കണ്ടെടുക്കുന്നതിൽ, പ്രശ്നത്തിനുള്ള പരിഹാരം അന്വേഷിക്കുന്നതിൽ, അതിനാവശ്യമായ വിചാര മാതൃകകളെ, പാരഡൈംസ്, ആ വിചാര മാതൃകകളെ വികസിപ്പിക്കുന്നതിൽ പോലും നമ്മൾ പലപ്പോഴും വളരെ വൈയക്തികമായിട്ടുള്ള ചില അനുഭവമണ്ഡലങ്ങളെ സാമാന്യവൽക്കരിച്ചുകൊണ്ടാണ് നിർവഹിക്കുന്നത് എന്ന ഒരു പ്രശ്നം വാസ്തവത്തിൽ ഇന്നലെ മുതൽ ഇവിടെ നടക്കുന്ന പല ചർച്ചകളിൽ എനിക്ക് അനുഭവപ്പെട്ടതാണ്. നമ്മുടെ വീട്ടിലെ കുട്ടി ഈ പറയുന്ന ഇന്റർനെറ്റ് സാക്ഷരത വളരെ ആഴത്തിൽ നേടിയ ഒരു കുട്ടിയാണ് എന്നതുകൊണ്ട് നമ്മൾ ഇതുവരെ പഠിച്ചതൊക്കെ അൺലേൺ ചെയ്ത്, അൺഡു ചെയ്ത്, ഈ കുട്ടിയിൽ നിന്നാണ് നമ്മൾ ഇനി പലതും പഠിക്കേണ്ടത് എന്ന് പറയുമ്പോൾ, എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ചരിത്രപരമായി രൂപപ്പെട്ടു വന്നതാണ്. അങ്ങനെ വികസിച്ചു വന്ന ഒരു കുട്ടിയെ സാക്ഷി നിർത്തിക്കൊണ്ട് നമ്മളൊരു സോഷ്യൽ തിയറി ഉണ്ടാക്കാൻ പറ്റില്ല. അതിന് നമ്മൾ കുറെ കൂടി ഈ സമൂഹത്തിന്റെ ഒരു ക്രോസ് സെക്ഷനെ കാണുക തന്നെ വേണം. അപ്പോഴാണ് ഞാൻ വരുന്നത് മലയാള സർവകലാശാലയിൽ നിന്ന്. അവിടെ പഠിക്കാൻ വരുന്നത് വാക്കാട് കടപ്പുറത്തുള്ള മത്സ്യം പിടിക്കാൻ പോകുന്ന തൊഴിലാളികളുടെ മക്കളാണ്. അവരോട് ഒരു അസൈൻമെന്റ് വേർഡ് ഫയലിൽ അയക്കണം എന്ന് പറഞ്ഞപ്പോൾ, എന്താണ് മാഷെ വേർഡ് ഫയൽ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അവരോടൊരു വിക്കിപീഡിയ ആർട്ടിക്കിള് ഡെവലപ്പ് ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ, അത് ഇതുവരെ ഒരു വിക്കിപീഡിയ കാണാത്ത കുട്ടികളാണ്. ഇടയിൽ മൊബൈൽ ഫോണൊക്കെ ഉണ്ട്, പക്ഷേ മൊബൈൽ ഫോൺ ഇല്ലാത്തവരുണ്ട്. അപ്പൊ നമ്മളെ വീട്ടിലെ കുട്ടി ഇൻഡെപ്തായിട്ട് ഈ ഇന്റർനെറ്റിനകത്ത് റിസർച്ച് അടക്കമുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ ശേഷിയുള്ള 13-14 വയസ്സുള്ള ഒരു കുട്ടിയെ കാണുമ്പോൾ, ഇതാണ് നമ്മുടെ കേരളത്തിലെ കൗമാരം എന്ന് തെറ്റിദ്ധരിക്കരുതെന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാം. അതുകൊണ്ട് നേരത്തെ കുട്ടികളോട് ഇവിടെ വന്ന കുട്ടികൾ പറഞ്ഞല്ലോ, ഐഫോൺ നേരത്തെ മാഷ് സൂചിപ്പിച്ചു, ഐഫോൺ ഉള്ളതും ഐഫോൺ ഇല്ലാത്തതുമാണ് വിവേചനം എന്നത് ആ കുട്ടിയുടെ മാത്രം അനുഭവ പരിസരമാണ്. അതിനുശേഷം വന്ന കൗൺസിലർ ഇവിടെ ഇന്നലെ സംസാരിച്ചു. സ്ലഡ് ഷെയ്മിങ് അടക്കമുള്ള കാര്യങ്ങളുമായിട്ട് കുട്ടികൾ എങ്ങനെയാണ് തൻ്റെ അടുത്ത് വരുന്നതെന്ന് ഒരു സംസാരിച്ചത് നമ്മൾ ശ്രദ്ധിച്ചാൽ, എന്തെല്ലാം തരത്തിലുള്ള വിവേചനങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. അപ്പോൾ വിവേചനം പക്ഷേ ഈ കുട്ടികൾ കാണുന്നില്ല. നേരത്തെ നമ്മുടെ ഉണ്ണികൃഷ്ണൻ സംസാരിക്കുമ്പോഴും പറഞ്ഞു, ഒരു യാത്രയുടെ അനുഭവം പറഞ്ഞു.
ബസ്സിലെ കുട്ടികൾ അവരുടെ ഒരു ലോകത്ത് ജീവിക്കുക. അത് ശരിയായിരിക്കും. ആ ലോകത്ത് നമ്മൾ കയറി അനാവശ്യമായിട്ട് ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ആ കുട്ടികൾ ആ ലോകത്തിന് പുറത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എത്രമാത്രം അവെയർ ആണെന്നുള്ളത് ഇന്നലെ കുട്ടികൾ ഉപയോഗിച്ച വാക്കാണ് ഗാങ്. അപ്പൊ അങ്ങനെയുള്ള പ്രത്യേക തരം പലതരം ഗ്രൂപ്പുകളും പലതരം ഡിസയറുമാണ് കുട്ടികളുടെ ഗ്രൂപ്പിനെ സൃഷ്ടിക്കുന്നത്. അതിലെല്ലാവരും പെടും നമുക്ക് പറയാൻ പറ്റും. അതിനകത്ത് പെടുന്ന കുട്ടികൾ അവരൊരു പക്ഷേ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയായിരിക്കാം. പക്ഷെ ബഹുഭൂരിപക്ഷം കുട്ടികൾ അതിൻ്റെ ഒക്കെ പുറത്ത് ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോലുള്ള ഒരു സംഘടന കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറെ കൂടി വിപുലമായ ഒരു സാമൂഹ്യ പരിപ്രേക്ഷ്യം അതിനകത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതില് ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഇന്നലെ ഇവിടെ വന്ന് സംസാരിച്ച കുട്ടികളെ പോലെ ഒന്നും ആ കുട്ടികൾ സംസാരിക്കില്ല. പല കാരണങ്ങളാണ്. അവരെന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു അന്വേഷണം. ആ കുട്ടികൾ വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് ഞാനൊക്കെ ആലോചിക്കായിരുന്നു, ആ കുട്ടികൾ സംസാരിക്കുമ്പോൾ അവരുടെ പ്രായത്തിലൊന്നും എനിക്ക് മൈക്കിന്റെ മുന്നിൽ പോലും വന്നു നിൽക്കാൻ പറ്റുമായിരുന്നു. അവർ വളരെ മിടുക്കരായ കുട്ടികളാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ അവരെ പോലെയാണ് കേരളത്തിലെ ഈ കൗമാരപ്രായക്കാരെല്ലാവരും ഒന്ന് ധരിക്കാൻ പറ്റും. അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നാം കാണുന്ന ഒന്ന് രണ്ട് കുട്ടികളെയോ അല്ലെങ്കിൽ കാണുന്ന ഒരു ഗ്രൂപ്പ് കുട്ടികളെയോ കാണുന്ന ഒരു വിഭാഗത്തെയോ ഇൻഡിവിജ്വലൈസ് ചെയ്ത് കാണുന്നതിന് പകരം കുറെ കൂടി വിപുലമായിട്ടുള്ള ഒരു വീക്ഷണത്തിൽ വേണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഒരു തമാശ പറയുന്നു. ഇന്നലെ ഒരു കുട്ടി പറഞ്ഞു, അധ്യാപകരെ കാര്യം അതൊന്നും എടുക്കാനില്ല. അപ്പൊ ഞാൻ അവിടെ ഇരുന്നപ്പോ ആലോചിച്ചു, അപ്പൊ എന്റെ കാര്യം പോയല്ലോ, ഞാൻ അധ്യാപകനാണ്. പക്ഷെ പോട്ടെ, അവള് ചെറിയ കുട്ടിയാണ്, അവൾ എന്നെ എഴുതി തള്ളി, കുഴപ്പമില്ല. എന്റെ പ്രായക്കാർ ഇവിടെ വരുമല്ലോ, അവരെങ്കിലും എന്റെ കൂടെ ഉണ്ടാവും എന്ന് വിചാരിച്ചു. അവര് വന്നപ്പോ ഈ കുട്ടികളെക്കാൾ ആവേശത്തിൽ നമ്മളെ കൊണ്ടൊന്നും ലോകത്തിന് ഒരു കാര്യമില്ല, ഇനി മുഴുവൻ ഈ കുട്ടികളുടെ കയ്യിലാണ് എന്ന മട്ടിലുള്ള അതിവാദങ്ങളോട് എനിക്ക് യോജിപ്പില്ല. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, ഇപ്പൊ നേരത്തെ ഞങ്ങൾ സംസാരിക്കായിരുന്നു മോഹനൻ മാഷെ പറ്റി. മോഹനൻ മാഷ് ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് പട്ടിണിയായ മനുഷ്യ നീ പുസ്തകം കയ്യിലെടുത്തോളൂ എന്നുള്ള ആ പാട്ടുമായിട്ട് ഇതേ ശബ്ദത്തിൽ ഇതേ രൂപത്തിൽ ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോൾ അന്ന് മാഷ് അവിടെ പരിഷത്തിന്റെ കലാജാഥയായിട്ട് തിരുത്തി AP സ്കൂളിൽ വന്നു. അന്ന് അതെനിക്കൊരു ഭയങ്കരമായ അനുഭവമായിരുന്നു. നമ്മളൊക്കെ ഇങ്ങനെയുള്ള മനുഷ്യരായി തീർന്നത് പാരന്റിങ് കൊണ്ടൊന്നുമല്ല. നമ്മൾ അച്ഛനും അമ്മയും ഒന്നും അല്ലല്ലോ നമ്മുടെ മാതൃകകൾ സൃഷ്ടിച്ചതോ നമുക്ക് ആദർശ രൂപങ്ങൾ ഉണ്ടാക്കി തന്നതും. ഐഡിയൽ ഈഗോ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ കുറിച്ച് ഈ ഫ്രോയിഡൊക്കെ പറയാണ്. അപ്പോ ഒരാദർശാത്മകമായ അഹം എത്തിച്ചേരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരിടം, ആദർശാത്മകമായ ഒരു സമൂഹത്തെ പറ്റിയുള്ള ഭാവന ഉണ്ടാക്കി തന്നത് പരിഷത്താണ്. പിന്നീട് അതുപോലെയുള്ള മറ്റു പല സംഘടനകളിലൂടെയാണ് നമ്മളൊക്കെ ഇങ്ങനെ പലതരത്തിൽ വളർന്നു വന്നു. അപ്പൊ പാരന്റിങ് എന്ന് അടുത്ത ടീച്ചർ പറഞ്ഞ പോലെ അത് അച്ഛനും അമ്മയും മാത്രമൊന്നുമല്ല, ഏതൊക്കെയോ മനുഷ്യരാണ് നമ്മളെയൊക്കെ രൂപപ്പെടുത്തിയത്. അതിൽ അധ്യാപകരുണ്ടാവാം, ഇതുപോലുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ ഉണ്ടാവാം. അപ്പൊ നമ്മളൊരു സാമൂഹ്യ നിർമ്മിതിയാണെന്നുള്ളത് അംഗീകരിക്കാതെ, മാൻ ഈസ് എ സോഷ്യൽ ബീയിങ് എന്നുള്ള അർത്ഥത്തിൽ എൻസംബ്ലേജ് ഓഫ് സോഷ്യൽ റിലേഷൻസ് എന്നാണല്ലോ ഫയർബാഹിന്റെ തീസിസിൽ മാർക്സ് പറയുന്നത്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സാമൂഹ്യ ബന്ധങ്ങളുടെ ആകത്തുകയാണ്. അതിനെ നമ്മൾ ഈ കുടുംബം, ഈ പാരന്റിങ്, ഇങ്ങനെയുള്ള മൈന്യൂട്ടായിട്ടുള്ള തലങ്ങളിൽ വെച്ച് ചർച്ച ചെയ്യേണ്ടത് ആരുടെ ആവശ്യമാണ്? അത് കമ്പോളത്തിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് നമുക്കിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഐഫോണിന്റെ കച്ചവടക്കാർക്ക് ആളുണ്ടെന്നല്ല കുട്ടി പറഞ്ഞപ്പോൾ മനസ്സിലായി. പിന്നെ കൗൺസിലിംഗുകാർക്ക് ആളുണ്ട്. ഈ കുട്ടികളെ കുറെ ആൾക്കാർ കൗൺസിലിംഗിന് പോകുന്നുണ്ടെന്നുള്ളതും മനസ്സിലായി. ട്യൂഷൻ സെന്ററിന് ആളുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. പരിഷത്തിന് ആളില്ല, അല്ലേ? അതല്ലേ സംഭവിക്കുന്നു. നേരത്തെ ഗോപു സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഈ വിദ്യാർത്ഥി സംഘടനകളിലേക്കും മറ്റു സംഘടനയ്ക്കും ആളില്ല. ഇതിലേക്കൊന്നും ആളുകൾ, ഈ കുട്ടികൾ അതിലേക്കും കൂടി വരണ്ടേ? എല്ലാവരും വരണമെന്നൊന്നും നമ്മൾ പറയുന്നു. കുറച്ച് കുട്ടികളെങ്കിലും ഇതിലേക്ക് വരേണ്ടതല്ലേ? നമ്മളീ പറയണതൊന്നും ഇനി പ്രസക്തമല്ല എന്നാണ് പറയുന്നത്. ഇവിടെ എന്താ സോഷ്യലിസം ഒക്കെ വന്നു കഴിഞ്ഞു.
എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ആത്യന്തികമായ ഇന്ത്യൻ സമൂഹത്തിനെ സംബന്ധിച്ച് ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുള്ളത് ജനാധിപത്യം, സ്വാതന്ത്ര്യം, സമത്വം തുടങ്ങിയിട്ടുള്ള ആശയങ്ങളാണ്. അതൊക്കെ ഈ നമ്മുടെ സമൂഹത്തിൽ വന്നു കഴിഞ്ഞോ? ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ലേ? അതായിരുന്നു ഞാനിരുന്ന് ആലോചിച്ചത്. കുട്ടികൾ എഴുതി തള്ളിയത് പോട്ടെ, നമ്മളെ കൂടെയുള്ള ആളുകളും ഇനി ഇതുകൊണ്ടൊന്നും കാര്യമില്ലെന്നോ. അങ്ങനെ ഒരു സോഷ്യൽ എവല്യൂഷൻ സാധ്യമല്ല. സോഷ്യൽ എവല്യൂഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ട്രഡീഷൻ എന്ന് പറയുന്നത്. അതൊരു പാരമ്പര്യം തന്നെയാണ്. എന്നിൽ നിന്ന് അടുത്ത തലമുറയിലേക്കും അവരിൽ നിന്ന് അടുത്ത തലമുറയിലേക്കുമുള്ള ഒരു പ്രസരണം. ആ പ്രസരണം വളരെ പ്രധാനമാണ്. കുട്ടികളുടെ സെൻസിബിലിറ്റി മാറുന്നു എന്നതിനർത്ഥം ആ സെൻസിബിലിറ്റി എല്ലാം ശരിയാണെന്നല്ല. അങ്ങനെ നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പോ ബാലസാഹിത്യകൃതി വായിക്കുന്നില്ല, കുട്ടികളെല്ലാം റീല് കാണുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് അതാണ് ശരിയെന്ന് പറയാൻ പറ്റില്ല. ആ ഭാവുകത്വം മാറിയിട്ടുണ്ടെന്ന് നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷെ അതിൻ്റെ ഉള്ളടക്കം എന്താണ് കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഏത് തരത്തിലാണ് അവർ സൊസൈറ്റിയെ കാണുന്നത്? നമ്മൾ കൺസേൺ അതാണല്ലോ. നമ്മളെ സംഭവം എന്താണെന്ന് വെച്ചാൽ കുട്ടി അടിപിടി കൂടുന്നതും ഈ പറഞ്ഞ കാര്യങ്ങൾ, അതൊക്കെ ഡ്രഗ് ഉപയോഗിക്കുന്നു, അതൊക്കെ ഒരു പക്ഷേ കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ, അതൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമായിരിക്കും. അടിപിടി കൂടുന്ന കുട്ടികളുടെ കാര്യത്തിലും നമുക്ക് നിയന്ത്രണം ഉണ്ടാവും. അതൊന്നും മുഴുവൻ ജനറലൈസ് ചെയ്യല്ല വേണ്ടത്. മറിച്ച് നമ്മുടെ കൺസേൺ എന്താണ്? ഈ കുട്ടികൾ വാസ്തവത്തിൽ നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവൃത്തിയുടെ തുടർച്ചയിലേക്ക് വരുന്നുണ്ടോ? ഇപ്പൊ രഘുനാഥ മാഷയുടെ പേരിൽ മാറാക്കര ഒരു വലിയ സ്ഥാപനം ഉണ്ടാക്കിയിട്ട് ഞാൻ അവിടെ പോയിരുന്നു. ഇന്നലെ ഞാൻ മാഷെ കണ്ടപ്പോൾ മാഷോട് ചോദിച്ചത്, നമ്മുടെയൊക്കെ കാലത്തിന് ശേഷം ഇത് ആര് കൊണ്ടു നടക്കും? അതൊരു ചോദ്യമില്ലേ? അതൊരു ട്രഡീഷനാണ്. ഇപ്പോ യുറീക്ക് ഒന്നിനും കൊള്ളില്ല എന്നിവിടെ റാംമോഹൻ പാലിയത്തിന് വന്ന് പറഞ്ഞു. ശരി, ചിലപ്പോൾ അത് ആളുകൾക്ക് രസിക്കുന്നുണ്ടാവില്ല. പക്ഷെ അത് പറയാൻ പരിഷത്ത് കൊണ്ട് സംഘടനയുടെ ഉള്ളിൽ തന്നെ വേണ്ടേ വന്ന് പറയാൻ? അതിന് പരിഷത്ത് വേണ്ടേ? അത് പി.ടി. ഭാസ്കര പണിക്കരെ പോലുള്ള ആളുകൾ ഉണ്ടാക്കി വെച്ചതാണ്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനിൽ നിന്നിട്ടാണ് നമ്മൾ അതുണ്ടാക്കിയ യുറീക്കനെ തന്നെ ചീത്ത പറയുന്നത്. അത് മനസ്സിലാക്കണം. ആ ട്രഡീഷന്റെ പേരാ സംഘടന. അതിലേക്ക് ഈ കുട്ടികൾ എങ്ങനെ വരണം? അത് ആ കുട്ടികളുടെ ഉത്തരവാദിത്വം എന്നല്ല ഞാൻ പറഞ്ഞത്. അതിന് നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ സംഘടനയുടെ എല്ലാ രീതികളും മാറ്റിയിട്ടൊന്നും അത് പറ്റില്ല. ഈ സംഘടനയുടെ ഡ്രഡ്ജറീസ് നമ്മൾ പറയുന്ന അതിൻ്റെ എല്ലാതരം ബാധ്യതകൾക്കുള്ളിലൂടെ തന്നെയല്ലേ നമ്മളൊക്കെ കടന്നു വന്നത്. പക്ഷെ അതിൽ നിന്നാണ് നമ്മൾ പലതും പഠിച്ചത്. എല്ലാം ഇങ്ങനെ ആസ്വദിച്ച് പഠിക്കാൻ പറ്റുമോ? എല്ലാ കാര്യങ്ങളും ആസ്വാദനം മാത്രമാണോ ജീവിതം? നമ്മൾ ചിലതെല്ലാം നമ്മുടെ ബൗദ്ധികമായ അന്വേഷണത്തിലൂടെ കണ്ടെത്തുകയും സ്വയം അനുഭവ ലോകം ഉണ്ടാവുകയും ചെയ്യണ്ടേ? നമ്മളെ നാട്ടിലെ കാരണന്മാർ പറയടാ, എന്നേക്കാളും ഒന്നുമില്ലെങ്കിൽ ഒരു 10 ഓണം ഞാൻ അധികം ഉണ്ടിട്ടുണ്ടെന്ന്. എനിക്ക് ഡിജിറ്റൽ സാക്ഷരത ഇല്ല, എനിക്ക് നീ പറയണ അറിവൊന്നും ഇല്ലെങ്കിലും 10 ഓണം ഞാൻ അധികം ഉണ്ടെന്ന് പറഞ്ഞ അർത്ഥം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടത്. ആ എക്സ്പീരിയൻസ് വാല്യുബിൾ ആണ്. അത് നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു കാര്യമല്ല. എൻ്റെ അനുഭവം നിങ്ങൾക്ക് ഒരിക്കലും ഈ പറഞ്ഞ സൈബർ സാക്ഷരതയിലൂടെ നേടിയെടുക്കാൻ പറ്റില്ല. അത് ഞാനുമായിട്ടുള്ള ഇന്ററാക്ഷനിലൂടെ സാധ്യം. ആ ഇന്ററാക്ഷനെയാണ് ട്രഡീഷൻ എന്ന് പറയുന്നത്. ആ ഇന്ററാക്ഷൻ, ഇവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യരും തലനരച്ച ഓരോ ഈ തന്ത വൈബുകളെല്ലാം അനുഭവമുള്ള മനുഷ്യരാണ്. ആ അനുഭവം അടുത്ത ജനറേഷൻ ആവശ്യമുള്ളതാണ്. അവരുടെ അറിവും അവരുടെ ശേഷിയും ഒക്കെ നിലനിൽക്കെ തന്നെ ആ അറിവൊന്നുമില്ലാത്ത ഞങ്ങളുടെ അനുഭവ ലോകം നിങ്ങൾക്ക് വിലപ്പെട്ടതാണ്. അത് നിഷേധിക്കാൻ പാടില്ല. അത് നിഷേധിക്കാതിരിക്കാൻ ആവശ്യമായ ഒരു കമ്മ്യൂണിക്കേഷൻ, അതിനെയാണ് നമ്മൾ സോഷ്യാലിറ്റി എന്ന് പറയുന്നത്. അതാണ് ആ അർത്ഥത്തിലുള്ള ഒരു സാമൂഹികത എങ്ങനെ നിർമ്മിക്കാം എന്നതിനെ കുറിച്ച് പറയുമ്പോഴാണ് ഈ അപ്പുറം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അതിനൊരു സംഘർഷത്തെ പറ്റി നമുക്കൊക്കെ അറിയാം. അതിന് മനഃശാസ്ത്രപരമായ കാരണങ്ങൾ ഉണ്ടാവാം, മറ്റു കാരണങ്ങൾ ഉണ്ടാവാം. പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി ഇതിനെ നമുക്ക് ഒരു സാമൂഹ്യ ഊർജമാക്കി മാറ്റാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാവില്ല എന്നുള്ളതാണ്. അതിനെന്ത് വഴി എന്ന് നമ്മൾ കൂട്ടായിരുന്ന് ആലോചിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്.